നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മായി ഇന്ന് നോർമലായിട്ട് വരുന്നതേ ഉള്ളൂ. കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് റിസ്ക് എടുത്ത് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അച്ഛനൊന്നും വരില്ല, അതെനിക്ക് ഉറപ്പാ. ലഞ്ച് എന്ന പേരിലുള്ള ഒരു ഡ്രാമ കളിച്ച് സ്വയം നിരപരാധിയാവാൻ നോക്കുകയാണോ? ഞാൻ നിരപരാധിയൊന്നുമല്ല. കാർത്തിയേട്ടന്റെ നോട്ടത്തില് ഞാൻ മൈഥിലിയോട് ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ കാർത്തിയേട്ടനെയും നമ്മുടെ കുടുംബത്തെയും ഉപദ്രവിച്ചവളാവള്. അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. മീനാക്ഷി, നിലവാരമില്ലാത്ത പണി ചെയ്തതിലുള്ള ദേഷ്യം മാത്രമേ എനിക്ക് നിന്നോടുള്ളൂ. ഞാൻ പക്വതയില്ലാതെ പെരുമാറുന്ന ഒരു പമ്പര വിട്ടിയല്ല. ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യ. പക്ഷേ ഈ ചോറ് എനിക്ക് വേണ്ട. അയ്യോ, ഒരു ഇലയിൽ നിന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ഞാൻ റെഡി. ഞാൻ വാരിത്തരാം, എനിക്കും വാരിത്തരണം. അയ്യോ, വല്ല പ്രതികളും കണ്ടാലോ? തെളിയാത്ത എല്ലാ കേസും ഞാൻ അവന്മാരുടെ തലയിൽ വെക്കും. എന്നാ ഇരിക്കും. ഇവരെല്ലാവരും എന്തോ ടെൻഷനിലാ. എന്താ കാര്യം നിനക്കറിയോ? എനിക്കറിയില്ല. എന്തോ കാര്യമുണ്ട്. അവളിക്കൂടെ ഇല്ലല്ലോ ആ മീനാക്ഷി. അവളെവിടെ പോയി? അവള് മുറിയിലുമില്ല. ആ കുഞ്ഞു? ആ കുഞ്ഞെന്ന് അവജ്ഞയോട് പറയാതെ. അത് നീ പെറ്റ കുഞ്ഞല്ലേ. നിനക്ക് അതിനോട് ഒരു വികാരവും ഇല്ലേ? ഓ, എന്ത് വികാരം. ആ കുഞ്ഞവിടെ ഉണ്ടോ? അത് ആ തൊട്ടിലി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കരയുമ്പം ദേ ആ നന്ദിനി പോയി എടുത്തോളൂ. അപ്പൊ അവളെവിടെ പോയി ആ മീനാക്ഷി? അതാ എന്റെ സംശയം. അവളിനി അവന്റെ ഓഫീസിൽ വല്ലതും പോയി കാണോ? ഓഫീസിലേക്ക് പോയ മീനാക്ഷിയുടെ കാര്യം എന്തായി മോളെ? അതാ അമ്മ ഞാനും ആലോചിക്കുന്നത്. ഓ, നിങ്ങൾ ചില ടെൻഷൻ അടിക്കാതിരിക്കേ. നാരങ്ങാനീര് കൊടുത്ത് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കുന്നത് പോലെ ഊണും കഴിച്ച് രണ്ടുപേരും കൂടി ആ പ്രശ്നം അവസാനിപ്പിക്കും. മുത്തശ്ശിക്ക വലിയ ടെൻഷൻ. അവളെ അവര് അവന്റെ അടുത്തേക്ക് അയച്ചിരിക്കുക. ഒരു സംശയവും വേണ്ട. എന്റെ കണ്ണ് വെട്ടിച്ച് അവൾ എങ്ങനെ പോയി? നീ യക്ഷയെ പോലെ കണ്ണും ജ്വലിപ്പിച്ച് പ്രേതഗാനവും പാടി ചെമ്പകമംഗലത്ത് മുഴുവൻ അലയല്ലേ. എന്നിട്ടും അവള് പോയത് കണ്ടില്ലേ? മീനാക്ഷി ഒന്ന് വിളിച്ചു നോക്കാമോ മോളെ? വിളിക്കണ്ടമ്മ, ഞാനൊരു മെസ്സേജ് അയച്ചു നോക്കാം. മോളെ എന്തായി? മെസ്സേജ് വന്നോ? അമ്മയുടെ മീനാക്ഷിയുടെ മെസ്സേജ് വന്നു. അവർ തമ്മിലുള്ള പിണക്കം മാറി. രണ്ടുപേരും ഓഫീസിൽ ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാന്ന്. ഓ ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ, ദാ ഇത്രയുള്ള കാര്യം. അവരെ ഈ ജനാർദ്ദന കൈബളിന്റെ കൊച്ചുമക്കളാ. ഓ, പിണക്കൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കത്തില്ല. നിന്റെ കൂടെ നടക്കുന്ന എന്നെ ചീഞ്ഞ കവളി മടൽ കൊണ്ട് അടിക്കണം. നീ ഒരു ശാപം പിടിച്ചവളാ. ജഗദീഷേട്ട എങ്ങനെ കണ്ടു വന്നാലേ ഇന്നിവിടെ മാലതീവധം കഥകളി നടക്കും. എന്റെ മീനാക്ഷി നടന്നു പോകുന്ന വഴിയിൽ ഒരു ദിവ്യ സുഗന്ധമുണ്ട്. കുടമുല്ലപ്പൂവിന്റെ മണം.
മോളെ മീനാക്ഷി, എന്താ അമ്മേ? ആ മോളെ, ഞാൻ കോടതിയിലേക്ക് പോവാ. മോളുടെ പ്രാർത്ഥന വേണം അച്ഛന് വേണ്ടി. അതെന്താ അമ്മേ അങ്ങനെ പറയുന്നേ? ഞാൻ എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? അമ്മ സമാധാനമായിട്ട് പോയിട്ട് വാ, ഒന്നും ഉണ്ടാവില്ല. എന്റെ അച്ഛൻ നിരപരാധിയാ. അച്ഛനെ കോടതി വെറുതെ വിടും. മോനെ, അമ്മ പോയിട്ട് വരാം. ശരി അമ്മേ. വല്യമാവൻ നേരത്തെ പോയോ? ആ, അച്ഛൻ നേരത്തെ പോയി. വക്കീലിനെ മറ്റോ കാണാനുണ്ട്. വല്യമാവൻ ഒരു പ്രശ്നത്തിനും പോകുന്ന ആളല്ലല്ലോ. പിന്നെന്തിനാ മാധുര്യമായി ഇങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല. നല്ല ലൈഫായിരുന്നു ഞങ്ങളുടേത്. എന്താ മീനാക്ഷി ആലോചിക്കുന്നത്? ഒന്നുമില്ല. കോടതിയിലേക്ക് നിനക്കും കൂടി പോവായിരുന്നില്ലേ മീനാക്ഷി? വിധി വരുന്ന ദിവസമല്ലേ? ഞാൻ പോവാത്തതിന് കാരണമുണ്ട് കാർത്തേട്ടാ. എന്ത് കാരണം? അമ്മയും അമ്മായും ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനെ അവിടെ വിശ്വസിച്ച് കിടത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ കുഞ്ഞിനെ അവള് റാഞ്ചിക്കൊണ്ട് പോവും. ഇവിടെ പറന്ന് നടക്കുന്ന പരുന്ത് മൈഥിലി. അമ്മായി ഒന്ന് നോർമലായിട്ട് വരുന്നതേ ഉള്ളൂ. കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് റിസ്ക് എടുത്ത് പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അച്ഛനൊന്നും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.